ചാലക്കുടിയിൽ വീട് അവിടുന്ന് ഒരു കുറച്ച് പോകണം അടുപ്പിട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഈ ജനുവരി 12-ാം തീയതി എനിക്ക് സ്ട്രോക്ക് വന്നു. ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ പാർത്ഥസാരഥി ഡോക്ടറും മുത്തുകുമാറും കൂടി ഡോക്ടറും കൂടിയാണ് നോക്കിയത്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഓർമ്മയൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ട്രീറ്റ് ചെയ്തു. എനിക്ക് 1 മാസത്തോളം ഇവിടെ കഴിയേണ്ടി വന്നു. പക്ഷെ അന്ന് എനിക്ക് സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. എൻ്റെ ചലനം ശക്തിയൊക്കെ, കൈയുടെ ശക്തിയൊക്കെ പോയിരുന്നു, എല്ലാം പോയിരുന്നു. പക്ഷെ 1 മാസത്തിനുള്ളിൽ എനിക്ക് നല്ല ആരോഗ്യം തിരിച്ചു വന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റി, പിന്നെ എനിക്ക് നടക്കാൻ പറ്റി. എനിക്ക് ഇപ്പോൾ വളരെ സുഖമാണ്. പ്രത്യേകിച്ച് പാർത്ഥസാരഥി ഡോക്ടർക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് എന്നെ നടത്താൻ സഹായിച്ച ഡോക്ടർമാർക്കും, പ്രത്യേകിച്ച് ജൂഡി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ആ കുട്ടിക്കും ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ എനിക്ക് നടക്കാം, ഭക്ഷണം കഴിക്കാം, കടയിൽ പോവാം, അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഓടിച്ചു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം എനിക്കില്ല. നല്ല ആരോഗ്യവാനാണ്. ഇവിടുത്തെ ചികിത്സ കൊണ്ട് വളരെ തൃപ്തിയാണ് എനിക്ക്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇതിനകത്ത് പ്രത്യേകം ആവശ്യമാണ്. ആത്മധൈര്യം തരുന്നത്, പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് ആരോഗ്യം വേഗത്തിച്ചു. പ്രാർത്ഥന വളരെ ആവശ്യമാണ്. എല്ലാവർക്കും അതാണ് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം. പിന്നെ പീക്കി നടക്കാം, കൈകൾ നീട്ടാം, സാധാരണ പോലെ ഭക്ഷണം കഴിക്കാം, ഒന്നും കുഴപ്പമില്ല. വളരെ സന്തോഷവാനാണ്. ജനുവരി 12-ാം തീയതി ഞങ്ങളുടെ സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പോൾ നമ്മള് ഡോക്ടർ പാർത്ഥസാരഥി ഡോക്ടർ കീഴിലാണ് ഞങ്ങൾ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ ട്രോംബെസ്റ്റമി എന്നൊരു പ്രൊസീജിയർ കുമാർ സാറാണ് ചെയ്തത്. എനിക്ക് നല്ല ചികിത്സയാണ് കിട്ടിയത്. 1 മാസം ഞങ്ങളിവിടെ അഡ്മിഷൻ ആശുപത്രിയിൽ കിടന്നു. അതിന് ശേഷം ഞങ്ങൾക്ക് നല്ല ചികിത്സാ സഹായം കിട്ടി. 1 മാസത്തോണ്ട് ഞങ്ങൾക്ക് നടക്കാനും എൻ്റെ ഭർത്താവിന് നടക്കാനും സംസാരിക്കാനും പഴയ പോലെ ആവാനും സാധിച്ചു. അതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയത്. പിന്നെ ഇത് വളരെ വേഗത്തിൽ തന്നെ എല്ലാം എൻ്റെ ഭർത്താവിന് സാധിച്ചു. നടക്കാനും ഭക്ഷണം കഴിക്കാനും പഴയ രീതിയിൽ എല്ലാം സാധിച്ചു. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്.